അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 2ാം ഭാഗത്തിലെ 2ാമത്തെ പാഠം തർഖീഖുർ റാ 2. അതായത് റാഇനെ നേർപ്പിച്ചിരിക്കുന്ന നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, റാഇൻ്റെ ഹർക്കത്ത് കെസ്റായിരിക്കുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സാക്കിനായ റാഇന് മുമ്പ് കെസ്റാവുകയും ശേഷം അതേ കലിമത്തിൽ ഇസ്തിലാഇൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുക. ഓരോന്നും ഉദാഹരണ സഹിതം നമ്മൾ നോക്കി മനസ്സിലാക്കി. ഇനി നമുക്ക് ബാക്കി 2 നിയമങ്ങൾ, ആ 2 നിയമങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് പാഠം വായിക്കാം. റാഇനെ തർക്കീക്ക് ചെയ്യുന്ന 4 ഖായിദകളിൽ 2 നാം പഠിച്ചു. ബാക്കിയുള്ളവ നമുക്ക് ഇവിടെ പഠിക്കാം. ഇനി 3ാമത്തേതാണല്ലോ നമുക്ക് പറയാനുള്ളത്. എന്താ 3ാമത്തെ? സാക്കിനായ റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വരിക. സാക്കിനായ റാ, സുക്കൂനുള്ള റാ, അതിന് മുമ്പ് എന്ത് വരിക? സുക്കൂനുള്ള യാ വരിക. സാക്കിനായ റാ, അതിന് മുമ്പ് സുക്കൂനുള്ള എന്ത് വരിക? യാ വരിക. അതവിടെ നോക്കി. ഖൈർ, ഖൈർ, സാക്കിനായ റാ എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ കാരണത്തിൽ അവിടെ സുക്കൂന് വരുന്നു. അതിന് മുമ്പുള്ള അക്ഷരം യാ, യാ എന്തായിട്ട് വരുന്നു? സുക്കൂനായിട്ട് വരുന്നു. അപ്പോൾ 3ാമത്തെ നിയമം സാക്കിനായ റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വരിക എന്നുള്ളതാണ്. അപ്പോൾ വസ്സുൽഹു ഖൈർ, 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 തഫ്ഖീം ചെയ്ത് ഓതരുത്, തർക്കീക്കാക്കണം. ഖൈർ ആ രൂപത്തിലാണ് ഓതേണ്ടത്. ഇനി അടുത്ത് ലാ ലൈർ, ലാ ലൈർ. അണ്ടാ റാ സുക്കൂന് വഖഫിൻ്റെ കാരണത്താൽ അവിടെ സുക്കൂന് വരുന്നത്. അതിന് മുമ്പുള്ള എന്തായിട്ട് വന്നു? പിന്നെ സുക്കൂനുള്ള യാ ആയിട്ട് വന്നു. അതുപോലെ ഖബീർ, ഖബീർ, അവിടെ റാ സുക്കൂന്, റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. അടുത്ത് ബസീർ, അവിടെ അങ്ങനെ തന്നെ റാ സുക്കൂന്, റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. ഈ ഉദാഹരണങ്ങളിൽ സാക്കിനായ റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വന്നതായി കാണാം അല്ലേ? അവിടെയൊക്കെ കണ്ടില്ലേ? ഓരോന്നിൻ്റെ അവസാനത്തിലെ റാഇന് മുമ്പ് ഒക്കത്തിലും വന്നേതാ? സുക്കൂനുള്ള യാ ആണ് വന്നിട്ടുള്ളത്. ഈ വിധം റാഇന് മുമ്പ് സാക്കിനായ യാ വന്നാൽ റാഇനെ തർക്കീക്ക് ചെയ്യണം. എന്താ പറഞ്ഞത്? ഈ വിധം റാഇന് മുമ്പ് സാക്കിനായ യാ വന്നാൽ റാഇനെ തർക്കീക്ക് ചെയ്യണം. ഇനി 4ാമത്തേത് പറഞ്ഞാൽ എന്താ? 4ാമത്തെ നിയമം സാക്കിനായ റാഇന് മുമ്പുള്ളത് സുക്കൂനുള്ള അക്ഷരമാവുകയും അതിന് മുമ്പുള്ളതിന് കെസ്റാവുകയും ചെയ്യുക. എന്താ പറഞ്ഞത്? സാക്കിനായ റാഇന് മുമ്പുള്ളത് സുക്കൂനുള്ള അക്ഷരം. അപ്പോൾ സുക്കൂനുള്ള റാ, അതിന് മുമ്പുള്ള അക്ഷരത്തിന് എന്ത്? സുക്കൂന് അക്ഷരമാവുകയും അതിന് മുമ്പുള്ളത് കെസ്റാവുകയും ചെയ്യുക. ഇവിടെ ഉദാഹരണം നോക്കാം. ഹിജിർ ഉണ്ടാ, റാ സുക്കൂന്, സാക്കിനായ റാഇന് മുമ്പുള്ളത് സുക്കൂനുള്ള അക്ഷരം. ഇവിടെ റാ സുക്കൂന് വഖഫിൻ്റെ കാരണത്തിലുള്ള സുക്കൂന് വരുന്നു. തൊട്ട് മുമ്പുള്ള ജീമിന് സുക്കൂനാണ്. അതിന് ശേഷമുള്ളതിന് കെസ്റാവുക. അപ്പോൾ അതിന് ശേഷമുള്ളത് ഹ ആണ്. ഹാനവിടെ കെസ്ർ വന്നു. അങ്ങനെ വന്നാലും റാഇന് എന്ത് ചെയ്തോളണം? തർക്കീക്ക് ചെയ്തോളണം. എങ്ങനെയാണത്? സാക്കിനായ റാഇന് മുമ്പുള്ളത് സുക്കൂനുള്ള അക്ഷരമാവുകയും അതിന് മുമ്പുള്ളത് എന്തായിട്ട് വരിക? കെസ്റായിട്ട് വരിക. ഇവിടെ ഓരോ ഉദാഹരണങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഹിജിർ ഉണ്ടാ, റാ സുക്കൂന്, റാഇന് മുമ്പുള്ള ജീമിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് കെസ്ർ. അടുത്ത സിഹിർ, അവിടെ എന്താ? റാഇന് സുക്കൂന്, റാഇന് മുമ്പുള്ള ഹാഇന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് കെസ്ർ. റെഡിയല്ലേ? അടുത്തതോ ഷിഇർ, ഷിഇർ, എന്താ അവിടെ കാരണം? റാ സുക്കൂന്, റാഇന് മുമ്പുള്ളതിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് കെസ്റായിട്ട് വന്നു. വലാ ബിക്കിർ, 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 എന്താ കാരണം? റാ സുക്കൂന്, വലാ ബിക്കിർ, റാ സുക്കൂന്, റാഇന് മുമ്പുള്ളതിനും സുക്കൂന്, അതിന് മുമ്പുള്ളതിന് എന്തായിട്ട് വന്നു? കെസ്റായിട്ട് വന്നു. ചുരുക്കി പറഞ്ഞാൽ 4ാമത്തെ നിയമം സാക്കിനായ റാഇന് മുമ്പുള്ളത് സുക്കൂനുള്ള അക്ഷരമാവുകയും അതിന് മുമ്പുള്ളതിന് കെസ്റാവുകയും ചെയ്യുക. വളരെ സിമ്പിളല്ലേ? ഓരോ നിയമങ്ങളും സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് ഓരോ ഉദാഹരണങ്ങൾ വെച്ച് മനസ്സിലാക്കാനുള്ളതുള്ളൂ. അപ്പോൾ സാക്കിനായ റാ, അതിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് കെസ്ർ. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പം 4 നിയമങ്ങളും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൽ കൊടുത്ത ബൈത്തൊന്ന് ചൊല്ലി നോക്കാം. ഖൈർ, ഖബീർ, റാഇനെ വഖഫിൽ നേർപ്പിച്ചോതി പറയണം. ഹിജ്ർ, ദിക്ർ, ബിക്ർ എന്നതിലും റാ തർക്കീഖായിട്ടോതേണം. ഹിജ്ർ, ദിക്ർ, ബിക്ർ അങ്ങനെ തന്നെ പറയണം. ഖൈർ, ഖബീർ. ഓക്കെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1ാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. 1, റാഇനെ തർക്കീഖാക്കുന്ന 4 രൂപങ്ങൾ ഏവ. ആ 4 നിയമങ്ങളും ഇവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഒന്നാമത്തെ കെസറുള്ള എല്ലാ റായിനെയും തർക്കീക്ക് ചെയ്യണം. അടുത്തത് സാക്കിനായ റായിന് മുമ്പ് കെസറാവുകയും ശേഷം അതേ കലിമത്തിൽ ഇസ്തിലാഇൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വരിക. നാലാമത്തെ സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനുള്ള അക്ഷരമാവുകയും അതിന് മുമ്പുള്ളതിന് കെസറാവുകയും ചെയ്യുക. 4 നിയമങ്ങളും കൃത്യമായിട്ട് പാഠങ്ങളിൽ വിശദീകരിച്ചതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. 4 നിയമങ്ങളും അവിടെ എഴുതി കൊടുക്കുക. ഇനി ഇവിടെ കൊടുത്ത നഖ്റഉൽ ആയാത്തിൽ ആത്തിയത്ത വനക്തശിഫു മവാലിയ തർക്കീഖ് റായിന് തർക്കീഖ് ചെയ്ത സന്ദർഭങ്ങൾ ഈ താഴെ കാണുന്ന ആയത്തുകളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഓരോന്നും റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില്ലാത്തതും ഉണ്ടായേക്കാം. അതെന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തുക. മിനൽ ആഹിരീൻ റായിനവിടെ കെസറാണ്. അപ്പോൾ കെസറുള്ള റായിനെ തർക്കീഖ് ചെയ്യണം. അലാ സുറുരിൻ അവിടെ എന്താണ്, റായിന് കെസറാണ്, തർക്കീഖ് ചെയ്യണം. വ അബാരീഖ അരി റായിന് കെസറാണ്, തർക്കീഖ് ചെയ്യണം. ത്വയ്രിൻ മിമ്മ ത്വയ്രിൻ റായിനെ തർക്കീഖ് ചെയ്യണം, കാരണം റായിന് കെസറായി എന്നുള്ളതാണ്. അടുത്ത ഫീ സിദിരിൻ മഖ്ലൂദ് ഫീ സിദിരിൻ റായിനെ കെസറായിട്ട് വന്നു, അവിടെയും തർക്കീഖ് ചെയ്യണം. വേറെ ഉദാഹരണങ്ങൾ വേറെയും റായിനെ തർക്കീഖ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ ആയത്തുകളിൽ ഉണ്ടായേക്കാം. അതെന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തി അതുകൂടെ മനസ്സിലാക്കുക. ഇനി അതിൽ മൂന്നാമത്തെ തഖ്സീസാണ്. നഖറ സൂറത്ത് മറിയം നക്തശും മഹല്ലാത്തി തർക്കീഖ് റാ സൂറത്ത് മറിയം പാരായണം ചെയ്യുക. എന്ത് ചെയ്യണം അവിടെ, തർക്കീഖ് റായിന് 4 നിയമങ്ങൾ നമ്മൾ പഠിച്ചു. റായിനെ തർക്കീഖ് ചെയ്യുന്ന 4 നിയമങ്ങളും ആ 4 നിയമങ്ങളും കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധിച്ചിട്ടായിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. പിന്നെ അതിൽ രണ്ടാമത്തെ നഹ്ഫദ് ഹിഫ്ളാക്കാനുള്ളതാണ്. സൂറത്ത് യാസീനിലെ 44-ാമത്തെ ആയത്ത് മുതൽ 48-ാമത്തെ ആയത്ത് വരെ ഹിഫ്ളാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് തദ്രീബാത്തിൽ ഹിഫ്ളിൻ്റെ ഭാഗത്ത് കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അതിൻ്റെ ഹക്ക് പ്രകാരം പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ തജ്വീദ് നിയമങ്ങളും പാലിച്ച് പരിശുദ്ധ പാരായണം ചെയ്ത് എല്ലാവിധ തജ്വീദ് നിയമങ്ങളും പാലിച്ച് പാരായണം ചെയ്ത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.